നമസ്കാരം. സർവീസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തിലെ ഓരോ വിഭാഗം ജനങ്ങളും സർക്കാർ ജീവനക്കാരായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഓരോ കാലഘട്ടത്തിലെ സർക്കാർ തീരുമാനങ്ങളുടെ ഭാഗമായുണ്ടാകുന്ന പ്രതിസന്ധികളും ചർച്ച ചെയ്യാതെയും കാണാതെ പോകാനാകില്ല. ഓരോ പദ്ധതികളും വിഭാവനം ചെയ്യുമ്പോൾ അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ ഉദ്യോഗസ്ഥ സംവിധാനത്തെ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ആ കൺസെപ്റ്റ് നോട്ടിൽ പറയുന്ന എന്തിനാണോ വിഷ്വലൈസ് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറി കാലാകാലങ്ങളിലെ വിൻസ് ആൻഡ് ഫാൻസി അനുസരിച്ചും സർക്കാരുകളുടെ നയങ്ങൾക്കനുസരിച്ചും ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വരുന്ന ഒരുപാട് കഥകളുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇതൊരു ശാപമായിട്ടുണ്ട്. ഞാൻ വേറെയും ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അത് നമുക്ക് തുടർ വീഡിയോകളിൽ നമ്മൾ ചെയ്യും. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറും ലേഡി വില്ലേജ് എക്സ്റ്റൻഷൻ LVOമാരുടെയും BOമാരുടെയും ഒരു തസ്തികയെ സംബന്ധിച്ചും അതിൻ്റെ ഗുണഗണങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. ഗ്രാമവികസന വകുപ്പ് എന്ന റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടാകുന്നത് 1ാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. അന്ന് BDO എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ. അന്ന് ഗ്രാമപഞ്ചായത്ത് ഇത്ര ശക്തമല്ല, ജില്ലാ പഞ്ചായത്തുകളില്ല. ആ സമയത്താണ് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസുകളാണ് ഈ രാജ്യത്തെ ഇന്നീ കാണുന്ന വികസന പ്രവർത്തനങ്ങളുടെ വലിയൊരു വിഭാഗം കാര്യങ്ങൾ ചെയ്തത്. റോഡാകട്ടെ, പിന്നെ സ്വയം കുടുംബശ്രീയൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് സ്വയം സഹായ സംഘങ്ങളാകട്ടെ, അതുപോലെ തന്നെ ഇത്രയും ലാട്രിൻ കേരളത്തിലും ഇന്ത്യയിലും വ്യാപിപ്പിച്ചതാവട്ടെ, അതുപോലെ തന്നെ പിന്നെ രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ. അന്ന് ആശാ വർക്കർമാരില്ല, പിന്നെ അതുപോലെ അംഗനവാടികളുണ്ട്, പക്ഷെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സംവിധാനങ്ങളില്ലായിരുന്ന കാലത്ത് ഒരു ഗ്രാമത്തിൻ്റെ വളരെ പ്രമുഖനായിട്ടുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ പ്രമുഖയായിട്ടുള്ള ആളായിരുന്നു ഗ്രാമസേവകനും ഗ്രാമസേവികയും. അവർ ഒരിക്കലും ഓഫീസിൽ ഇരിക്കില്ലായിരുന്നു. അവർ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. അതേസമയം എല്ലാ വീടുകളുമായി കണക്ട് ചെയ്യുകയും സകല പദ്ധതികളും നിർവഹിക്കുന്നതിനാവശ്യമായ എല്ലാവിധ മെൻറ്റർമാരായി, കോർഡിനേറ്റർമാരായി, ഫെസിലിറ്റേറ്റർമാരായി ജനങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് അവർ ജീവിച്ചു. നന്നായി പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ, കാരണം നിർവഹണം ഇല്ലല്ലോ. ഈ പഞ്ചായത്ത് രാജൊക്കെ വന്നതിന് ശേഷമാണ് ഡയറക്റ്റ് നിർവഹണം വന്നത്. ബാക്കിയെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഏജൻസികളായും വ്യക്തികളായും വളരെ കൃത്യമായി ഗ്രാമസേവകർ പോവുകയായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തന്നെ സമരം ചെയ്ത് അവരുടെ തസ്തിക അവർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന നിലയിലും സ്ത്രീകൾക്ക് ലേഡി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന പേര് മാറ്റി LVOയും BO ആക്കി മാറ്റി. അതൊക്കെ ഒരു സാങ്കേതികമായി ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ അതിനേക്കാൾ എത്രയോ മനോഹരമായ പേരായിരുന്നു ഗ്രാമസേവകനും ഗ്രാമസേവികയും. അതങ്ങോട്ട് പോട്ടെ, അല്ലെങ്കിൽ ഗ്രാമമിത്രം എന്നൊക്കെ ഇടണമായിരുന്നു. അത് അവരുടെ യൂണിയൻകാരുടെയും അവരുടെ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അതല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിപുലമായ പ്രചരണത്തിനും ഫീൽഡ് തല പരിശോധനകൾക്കും നടത്തി ഗുണഭോക്താക്കളെ കണ്ടെത്തി മാർഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമായി അവർക്ക് ആവശ്യമായ പദ്ധതി കൊടുക്കുകയും അതിൻ്റെ പുരോഗതി റിപ്പോർട്ടുകൾ യഥാസമയം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസുകളിലും ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലുമൊക്കെ നൽകുക എന്നുള്ളതാണ് പ്രധാനമായും BOമാരുടെയും LVOമാരുടെയും ചുമതല. ഞാനിനി LVO BO അങ്ങനെ പറഞ്ഞു പോകുന്നില്ല, BO എന്നായിരിക്കും തുടർന്ന് പറഞ്ഞു പോകുന്നത്. LVOമാരും കൂടി ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഗുണഭോക്താക്കൾക്ക് യഥാസമയം തുക ഗ്രാമവികസന തസ്തികയാണ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഇതിനായി വിവിധ നിയമന ഉത്തരവിൽ ജോബി പ്രൊവിഷണൽ എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, ETC ഉണ്ട്. എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്റർ കൊട്ടാരക്കരയിലാണ്. ETC ക്യാമ്പസ് തന്നെയുണ്ട്. നിരവധി തവണ ഞാൻ അവിടെ പോയി പരിശീലനം നൽകാൻ ഫാക്കൽറ്റിയായി പോയിട്ടുണ്ട്. നിർത്തലാധിഷ്ഠിത വികസന കാര്യങ്ങളിലൊക്കെ, അതുപോലെ റിസോഴ്സ് പ്ലാനിങ്ങിൽ, റിസോഴ്സ് മാപ്പിങ്ങിലൊക്കെ കൃത്യമായി ക്ലാസ് എടുക്കുന്നതിന് ഞാൻ പോയിട്ട്, അതുകൊണ്ട് ETC എനിക്കറിയാം. ഈ BOമാരുമായും എനിക്ക് പരിചയമുള്ളതാണ്. അധികാരകേന്ദ്രം വന്നപ്പോൾ പഞ്ചായത്ത് പ്രദേശത്ത് ജോലി ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളിലെ മേധാവിമാരെ നിർവഹണ ഉദ്യോഗസ്ഥരായി നിർവഹിച്ചു. കൃഷി ഓഫീസർക്കും ഹെൽത്ത് ഡോക്ടർമാർ, അങ്ങനെ ഒരുപാട് പേരെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായപ്പോൾ BOമാരും നിർവഹണ ഉദ്യോഗസ്ഥരെ നിർവഹിച്ചു. അതേസമയം ഇതിൻ്റെ ഒരു പ്രശ്നം, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഡോക്ടറാണ് അല്ലെങ്കിൽ കൃഷി ഓഫീസറാണൊക്കെ ആണെങ്കിൽ അവർക്ക് വിപുലമായ സന്നാഹങ്ങളുണ്ട്, മറ്റ് സ്റ്റാഫുകൾ കൂടെയുണ്ട്, അസിസ്റ്റൻ്റ് ഉണ്ട്, ഒരുപാട് ആൾ. BOമാർക്ക് അതില്ലായിരുന്നു. എന്നിട്ടും അവർ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായി വന്നു. അവർ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. എന്നിട്ടും നന്നായി പല സ്ഥലങ്ങൾ, ഒരുപാട് അപവാദങ്ങളുണ്ടാകാം, പരാതികളുണ്ടാകാം, അഴിമതി ഉണ്ടാകാം, സ്വജനപക്ഷപാതം, അതൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും അവർ നന്നായി BOമാർ പെർഫോം ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന കാര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ സമ്പൂർണ്ണ ശുചിത്വത്തിലൊക്കെ വലിയ സംഭാവനയാണ് BOമാർ നൽകിയത്. ഭവന നിർമ്മാണം വലിയൊരു പ്രോജക്റ്റായിരുന്നു. ഇതിലൊക്കെ BOമാർ വളരെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഗ്രാമവികസന വകുപ്പിൻ്റെ ഒരുപാട് പദ്ധതികളുടെ ഫീൽഡ് തലത്തിലുള്ള ഗ്രാമസേവകൻ തന്നെയായിരുന്നു BOമാരും LVOമാരും.
ഇക്കാരണങ്ങളാൽ പഞ്ചായത്ത് സാധാരണക്കാരുടെ ഇടയിൽ ഏറ്റവും മികച്ച പോപ്പുലറായി വന്നതും വിഒമാരായിരുന്നു. ആ സമയത്താണ് ഈ വകുപ്പ് സംയോജനം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വന്നത്. വകുപ്പ് സംയോജനം വന്നപ്പോൾ തദ്ദേശ ഭരണ വകുപ്പ്, പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസ്, പിന്നെ പ്ലാനിങ് ആൻഡ് മറ്റേ നമ്മുടെ പിന്നെ ടൗൺ പ്ലാനിങ്, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം കൂടി ഒന്നിപ്പിച്ചു. അങ്ങനെ ഒന്നിപ്പിച്ച് അവിയൽ പരുവാക്കിയപ്പോൾ സംഭവിച്ചത് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള പദവി വാനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗസറ്റ് റാങ്കിലുള്ള വിഒമാരുടെ ഈ പോപ്പുലാരിറ്റി പഞ്ചായത്ത് സെക്രട്ടറിമാരെ അസ്വസ്ഥമാക്കി എന്ന ഒരു വിഷയവും കേൾക്കുന്നുണ്ട്. അത് നമുക്കറിയത്തില്ല, അത് അവർ തമ്മിലുള്ള ഈഗോയാണ്. എന്തായാലും BDMയുടെ നിയന്ത്രണത്തിലായതിനാൽ തൽക്കാലം വിഒമാരെ ഒന്നും ചെയ്യാൻ സെക്രട്ടറിമാർ കഴിഞ്ഞില്ല. അതിനുശേഷം വളരെ കൃത്യമായി വകുപ്പ് സംയോജനം വന്നപ്പോൾ കളികൾ നടന്നു. മികച്ച പരിശീലനം ലഭിച്ച ഗുണഭോക്താക്കളെ കൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടുമായിരുന്ന പദ്ധതികളെ കൃത്യമായി അട്ടിമറിക്കുന്ന രീതിയിലേക്ക് മാറിയോ എന്നുള്ളതാണ്. ലൈഫ് പദ്ധതിയും ആദ്യ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ വിഒമാർ വഹിച്ച പങ്കും വലുതായിരുന്നു. പക്ഷേ ആ പദ്ധതിയെ സംബന്ധിച്ചും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ എല്ലാ വിഒമാരും അങ്ങനെയാണ് എന്ന അഭിപ്രായം വിഒമാർക്ക് തന്നെ ഇല്ല. എന്നാൽ പോലും ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങിയ സമയത്ത് പിന്നെ ലൈഫ്, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ഇവയുടെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരായിട്ട് വരുന്നത് പലപ്പോഴും വിഒമാരാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെല്ലാം വിഒമാരാണ് നിർവഹണ ഉദ്യോഗസ്ഥർ. അങ്ങനെ വരുന്നപ്പോഴാണ് ഇതിനകത്ത് പിന്നെ വിഒ പോസ്റ്റ് സംയോജനത്തിൻ്റെ പേരിൽ വാനിഷ് ചെയ്ത് പോയി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ക്ലർക്കുമാരെയും അതിലേക്ക് വയ്ക്കാം. വിഒമാർ ചെയ്തിരുന്ന കാര്യങ്ങളിൽ ക്ലർക്കുമാരെയും വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ ക്ലർക്കുമാർക്ക് അതിന് കൃത്യമായ പരിശീലനം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഏകീകൃത വകുപ്പിലെ 33ഓളം തസ്തികകൾക്ക് ഇൻ്റർ ട്രാൻസ്ഫറബിലിറ്റി അനുവദിച്ചപ്പോൾ ഭാരിച്ച ജോലിഭാരവും ഫീൽഡ് വർക്കുമുള്ള വിഒ പോസ്റ്റ് പഞ്ചായത്ത് വകുപ്പിൽ നിലവിലുള്ള ക്ലർക്കുമാർക്ക് വേണ്ടാത്തതിനാൽ ഇൻ്റർ ട്രാൻസ്ഫറബിലിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. പഞ്ചായത്തിനെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാരായ വിഒമാരെ വകുപ്പ് സംയോജനം എന്ന നയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാർക്ക് തസ്തികയിലേക്ക് തുല്യമാക്കിയെങ്കിലും നിലവിൽ ജോലിയിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാക്കി വിഒമാരുടെ പ്രശ്നം മാറ്റി. വിഒ തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവ് ക്ലാർക്ക് ലിസ്റ്റിൽ നിന്നും നികത്താൻ തീരുമാനമുണ്ടായി. എങ്കിലും ക്ലാർക്ക് പോസ്റ്റിൽ നിന്നും തികച്ച് വ്യത്യസ്തമായ അടിസ്ഥാന ശമ്പളമുള്ള വിഒ പോസ്റ്റിൽ ഒഴിവിൽ ക്ലാർക്കിനെ നിയമിച്ചപ്പോൾ ഇയാൾ പഞ്ചായത്തിൽ ജോയിൻ ചെയ്യാൻ ശമ്പളം പഞ്ചായത്തിൽ നൽകുമോ അതോ ബ്ലോക്കിൽ നിന്ന് നൽകുമോ എന്നതിൽ വ്യക്തത ഇല്ലാത്തതിനാൽ മാസങ്ങളോളം ശമ്പളം മുടങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. എത്ര മനോഹരമാണ് നമ്മുടെ സംയോജനം! ഒരു വകുപ്പ് സംയോജനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ സംയോജിപ്പിക്കുമ്പോൾ ആവശ്യമായ ഗ്രഹപാഠം ചെയ്യാതെ ചെയ്യുമ്പോഴുണ്ടാകുന്ന വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ചില ഓഫീസുകളിൽ വ്യത്യസ്ത ശമ്പളത്തിൽ ഒരേ ജോലി ചെയ്യുന്ന 2 വ്യക്തികൾ ഉണ്ട് എന്നതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. ഇവിടെ സർവീസ് റെക്കോർഡിൽ ക്ലാർക്ക്, ട്രഷറി രേഖകളിൽ വിഒ എന്നതും നിയമവിരുദ്ധ നടപടിക്രമവുമുണ്ട്. സർവീസ് രേഖകളിൽ ക്ലർക്ക്, ട്രഷറി രേഖകളിൽ വിഒ, ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യ ജോലിക്ക് തുല്യവേതനം കാറ്റിൽ പറത്തി ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ വകുപ്പ് സംയോജനം നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളാണ്. വിഒമാരുടെ പ്രൊമോഷൻ തസ്തികയിൽ സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർമാരെ ജനറൽ ട്രാൻസ്ഫറിൽ പഞ്ചായത്തിലേക്ക് മാറ്റും. എന്നിട്ട് ഈ സമയം സീറ്റുകളിൽ പഞ്ചായത്ത് ജീവനക്കാരെ നിയമിക്കുന്നു. കൂടാതെ ബ്ലോക്കുകളിൽ സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർമാർ പ്രൊമോഷൻ ലഭിച്ചു പോകുമ്പോൾ വരുന്ന ഒഴിവുകളിൽ പഞ്ചായത്തുകളിൽ നിന്നും ഉള്ള ഹെഡ് ക്ലാർക്കുമാർ ഇൻ്റർ ട്രാൻസ്ഫറിറ്റി ഉപയോഗിച്ച് സ്ഥലം മാറ്റത്തിലൂടെ വരുന്നു. അപ്പോൾ സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ ഒഴിവ് ഹെഡ് ക്ലാർക്കായി പഞ്ചായത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? സർക്കസാണ് നടക്കുന്നത്. അതിൽ പഞ്ചായത്ത് വകുപ്പിലെ ക്ലാർക്കിനെ പ്രൊമോട്ട് ചെയ്ത് വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ വരുന്ന ഒഴിവിൻ്റെ ചെറിയ ഭാഗം മാത്രം വിഒമാർക്കും നൽകുന്നു. ഒഴിവ് പഞ്ചായത്തുകളായതിനാൽ വിഒമാർക്ക് എത്ര ഒഴിവുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ കഴിയാതെ വരുന്നു. ഇങ്ങനെയും വിഒമാർ വഞ്ചിക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു പദ്ധതി തന്നെ അല്ലെങ്കിൽ ഒരു വിഭാഗം, ഒരു കാറ്റഗറി തന്നെ വാനിഷ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഒ പോസ്റ്റ് വേണോ, ഗ്രാമസേവകൻ വേണോ, ഗ്രാമസേവിക വേണോ, LVO വേണോ, ഇതെല്ലാം സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളാണ്. ലയിപ്പിക്കണോ, ലയിപ്പിക്കേണ്ട, ഇതും സർക്കാരിൻ്റെ നയപരമായ തീരുമാനം. അതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഏത് പക്ഷമോ എന്തോ ചെയ്യട്ടെ, അതൊക്കെ സർക്കാരിൻ്റെ കൃത്യമായ നയപരമായ തീരുമാനങ്ങൾ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം നമ്മൾ വെളുക്കാൻ വേണ്ടി തേക്കുന്നതിലൊക്കെ പാണ്ടാകുന്ന കഥയാണുള്ളത്. നമ്മൾ മോരും മുതിരയും തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിലുള്ള സംയോജനമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാറ്റഗറി തന്നെ വാനിഷ് ചെയ്ത് പോകാതെ വളരെ കൃത്യമായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന ആ കൺസെപ്റ്റ്, അതാണ് പ്രധാനം.
അതവിടെ ക്ലർക്കിനെ വയ്ക്കുന്നോ അല്ലെങ്കിൽ ആരെ വയ്ക്കുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിനെ വളരെ ഗൗരവതരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാറ്റഗറി പുനഃസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യുകയോ എന്താണ് വേണ്ടെന്നുള്ള നയപരമായ തീരുമാനം സർക്കാർ എടുക്കട്ടെ. എന്തായാലും ഒരു കാറ്റഗറിയെ വാനിഷ് ചെയ്ത് പോവുകയും പകരം സംവിധാനമില്ലാതിരിക്കുകയും എല്ലാം കൂടെ അവിയൽ പരുവത്തിലുള്ള ഒരു സാമ്പാർ മുന്നണിയാക്കിയാൽ ഇത് ജനങ്ങൾ കേൾക്കാൻ നല്ല സുഖമായിരിക്കും, സംയോജനമൊക്കെ നടന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ 1% പോലും സേവനം കിട്ടാതെ വരികയും വീണ്ടും കുറേ ആളുകൾക്ക് തീറ്റിപ്പോറ്റുന്ന സംവിധാനമായി ഇത് നിലനിൽക്കുകയും ചെയ്യും.